KGF-ൽ ഗരുഡയുടെ മരണത്തിന് ശേഷം എന്ത് സംഭവിച്ചു? അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തോളിലായി. അതെനിക്കിഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു. ഞാൻ തെറ്റാണ്. അങ്ങ് വായിക്കുന്നോ? ചോറ് കൊണ്ട് എഴുതിയ കഥയാണിത്. മഷി കൊണ്ട് മുന്നോട്ട് എഴുതാനാവില്ല. തുടരണമെങ്കിൽ വീണ്ടും ചോറ് തന്നെ വേണ്ടി വരും. പിന്നെ നേരത്തെ ഇത് പറയണ്ട. ഹലോ, ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. പിന്നെ കല്ലിയങ്കാട്ട് റെഡ്ഡി ഏകദേശം 36-46 വയസ്സ് തോന്നുന്നു. അത്യാസന്ന നിലയിൽ കാട്ടിൽ എൻ്റെ കൂടെ ഇരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് 2 കുപ്പി ചോര അദ്ദേഹം കൊണ്ട് തരണേ. പ്ലീസ് ഷെയർ ചെയ്ത് സഹായിക്കണം. There will be no more tolerance. എനിക്കും പടകളുണ്ട്. അടിച്ചു തകർക്കും. ഗവൺമെന്റ് ഈ പുസ്തകം ബാൻ ചെയ്ത് സീസ് ചെയ്യാൻ ഇത്ര ഇൻട്രസ്റ്റ് കാണിച്ചെങ്കിൽ ഇതിലെന്തെങ്കിലും കാര്യമില്ലാതിരിക്കും. ഇത് മുത്തുച്ചിപ്പി അച്ഛൻ വായിച്ചിട്ടില്ലേ? ദേ, മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ നിന്നൊരു വാള് വീശി രക്തം ചിന്തി യുദ്ധം ചെയ്യുന്നത് തകർച്ചയ്ക്കല്ല, ഉയർച്ചയ്ക്കാണ്. അവിടെ വീഴുന്ന ജഡങ്ങൾക്ക് പോലും ഉപയോഗമുണ്ട്. അറിയണമെങ്കിൽ കഴുകിനോട് ചോദിക്ക്. എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. He is the biggest criminal. He is the biggest businessman. And this is the biggest national issue. എന്റെ ചോരയുടെ നിറവും ചുവപ്പ് തന്നെ. Violence, violence, violence. I don't like it. I avoid. But violence likes me. I can't avoid. അന്ന് നിന്റെ സർവ്വതും ഞാൻ പിടിച്ചെടുത്തിരിക്കും. അവരോടെല്ലാം പറ, ഞാൻ വരുന്നുണ്ടെന്ന്. എന്റെ KGF വീണ്ടെടുക്കാൻ. എനിക്കാരുടെയും മിത്രമാവണ്ട. എന്റെ ശത്രുതയാർക്കും താങ്ങാൻ പറ്റുകയുമില്ല. ബിസിനസ് ചെയ്യാമോ? ഓഫർ ക്ലോസസ് സൂൺ. അമ്മ, ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. പക്ഷെ അമ്മച്ചി കൊറേ കാശ് എന്ന് സഹായിക്കണം കേട്ടോ. എങ്ങനെ? ആധാരം, പണയം എങ്ങനെ ഉണ്ടാവും?